ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 4 മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഡെഫിനിഷൻ, എന്താണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം, ഒരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചൊരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് ആണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ഡാറ്റ കളക്ഷൻ. നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണോ, അതോ ഏതെങ്കിലും എക്സാമിനേഷൻ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെയാണോ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്? ആ ഒരു കാര്യം, കളക്ട് ചെയ്ത ഡാറ്റ, കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ അവനെങ്ങനെയാണ് മെഷർ ചെയ്യാൻ പോകുന്നത്, അതിനെങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കാര്യമാണ് മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗിൽ നമ്മൾ പഠിക്കുന്നത്. The research after defining the problem and determining the type of research design to be adopted, he moves on to the next phase of the research. In this phase, the researcher decides the measurement and scaling procedures to be applied. നേരത്തെ പറഞ്ഞതേ കാര്യം, റിസർച്ചർ ആളുടെ ടോപ്പിക് എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്ന സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്. അതിലാണ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യനെയർ, ഒബ്സർവേഷൻ, ആ കളക്ട് ചെയ്ത ഡാറ്റ മെഷർ ചെയ്യാൻ പോകുന്നത്. കളക്ട് ചെയ്ത ഡാറ്റ നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടെ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗിൽ നമ്മൾ പഠിക്കുന്നത്. Measurement is a systematic way of assigning numbers or names to objects and their attributes. Under measurement, the characteristics of an object or a variable are measured. A scale of measurement allows a researcher to make comparison of amounts and changes in the variables being measured. It is important to remember that it is the attributes or characteristics of an object that is measured. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. നമ്മുടെ ബിസിനസ് റിസർച്ചിൻ്റെ ടോപ്പിക് എന്ന് വരുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ്. അവിടെയാണ് മെഷർമെൻറ്റ് വരുന്നത്. മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ദ ക്വാളിറ്റി ആസ്പെക്ട്സ് ലൈക്ക് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, റെസ്പോൺസിബിലിറ്റീസ് അത് എക്സാമ്പിൾസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യുന്നതിനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നതിനെയാണ്, ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് അനലൈസ് ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അനലൈസേഷൻ മാത്രമല്ല, പകരം അനലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ റാങ്കും കൂടി ചെയ്യുന്നു. അതായത് അനലൈസിങ് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. ആ എംപ്ലോയീസിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അതിൽ കൂടുതൽ ഏതൊരു എംപ്ലോയിക്കാണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ക്വാളിറ്റി അത് ഏതൊരു എംപ്ലോയിക്കാണ് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്താൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ റാങ്ക് ചെയ്യുന്നു, നമ്മൾ സ്കോർ കൊടുക്കുന്നു. ഡിസിപ്ലിൻ ക്വാളിറ്റി, ഏത് എംപ്ലോയി ആണ് കുറച്ചുകൂടി നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത്, ടൈംലി ഓഫീസിൽ വരുന്നതും ടൈംലി പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതും, ഇതിനെക്കുറിച്ച് നമ്മളൊരു അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം അത് ബേസ് ചെയ്തിട്ട് ഇവർക്കൊരു റാങ്ക് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നു. റാങ്ക് 1, റാങ്ക് 2, ഇതാണ് മെഷർമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. മെഷർമെൻറ്റിലൂടെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഓഫ് എ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സ്കെയിലിംഗ്. Scaling is a procedure for determining the quantitative measures of concepts. Scaling is a process used to measure and evaluate the variables in quantitative manner. മെഷർമെൻറ്റിൽ നമ്മളൊരു എംപ്ലോയിൻ്റെ ക്വാളിറ്റേറ്റീവ് ബിഹേവിയറാണ് നമ്മൾ മനസ്സിലാക്കാൻ അനലൈസ് ചെയ്യുന്നതെങ്കിൽ, സ്കെയിലിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് നമ്പർ. ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് എംപ്ലോയീസ്. അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിൽ എത്ര പേർക്ക് മോർ ദാൻ 60 കിലോ വെയിറ്റ് വരുന്നു, അപ്പോൾ അതും നമ്പർ ടേംസ് നമുക്ക് ലഭിക്കും. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് നമുക്ക് ലഭിക്കും ഇൻ ടേംസ് ഓഫ് നമ്പർ. 1000 പേരുണ്ടെങ്കിൽ മോർ ദാൻ 500 പീപ്പിൾ, സേ 580 പീപ്പിൾ, 80 എംപ്ലോയീസ് ഇൻ ഓർഗനൈസേഷൻ വെയ്സ് മോർ ദാൻ 60 കിലോ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ സ്കെയിലിങ്ങും, ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ മെഷർമെൻ്റ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്.
types of measurement scale. The following are the different types of scale that can be applied to measure different variables: nominal scale, ordinal scale, interval scale, ratio scale. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Nominal scale. It is a system of assigning numbers or symbols to events in order to label them. The numbers provided to the variables are for convenience purpose. The data collected through a nominal measure scale is called as nominal data. അപ്പോൾ നോമിനൽ സ്കെയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ ടീമിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സിനെ നമുക്ക് വേണ്ടി നമ്പറായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നമ്മളിപ്പോൾ അവരുടെ ജേഴ്സിയുടെ പുറകിലൊക്കെ നമ്പർ 10, 11, 13, 7, 9 അങ്ങനെയൊക്കെ ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്താൽ കണ്ടിട്ടുണ്ടാവും, അവരെ ലേബിൾ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ടോട്ടൽ 30 സ്റ്റുഡൻസ് ആണ് ക്ലാസ്സിലുള്ളതെങ്കിൽ, ആ ഒരു ക്ലാസ് ടീച്ചറിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ടീച്ചറിന് ആ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാം 30 സ്റ്റുഡൻസിൻ്റെ പേര് ഓർത്ത് വെക്കണം എന്നില്ല. പകരം അവരുടെ റോൾ നമ്പർ വിളിച്ചാൽ മതി. റോൾ നമ്പർ 1, റോൾ നമ്പർ 10, 11, 12 അങ്ങനെ റോൾ നമ്പർ വിളിച്ചാൽ മതി. എല്ലാ കുട്ടികളുടെ പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് റിസർച്ചിനെ സംബന്ധിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ റിസർച്ചിൽ വരുന്ന ഓരോ വേരിയബിൾസും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിക്കോട്ടെ, ഓരോ വേരിയബിൾസും നമ്മൾ നമ്പർ ചെയ്യുകയാണ് നോമിനൽ സ്കെയിലിലൂടെ. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കൺവീനിയൻസ് പർപ്പസിന് വേണ്ടി. The data collected through a nominal measure scale is called as nominal data. The orderly measure of average which can be used is a mode value, as it is a set of frequency count. The nominal variables allows for a qualitative classification. The numbers assigned to the variables have no arithmetic properties and act as only labels. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ റിസർച്ചറിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക്കിൽ വരുന്ന ഓരോ വേരിയബിൾസിന് നമ്മൾ നമ്പർ കൊടുക്കുന്നത്, നമ്പർ അസൈൻ ചെയ്യുന്ന, ലേബൽ കൊടുക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ആളുടെ കൺവീനിയൻസ് പർപ്പസിന് വേണ്ടിയാണ്. പക്ഷേ ഒരു അരിത്തമെറ്റിക് പ്രോപ്പർട്ടീസ് അവിടെ വരുന്നില്ല. ആകെ നമുക്ക് വരുന്ന യൂസ് ഒരു അരിത്തമെറ്റിക് കൺസെപ്റ്റിൽ, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആകെ വരുന്ന യൂസ് വെച്ചാൽ മോഡ് വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്പറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു ഇൻ ദ ടേംസ് ഓഫ് വെയ്റ്റ്. ദ എംപ്ലോയീസ് ഹൂ വെയ്സ് ലെസ് ദാൻ 40 kgs, ദ എംപ്ലോയീസ് ഹൂ വെയ്സ് ലെസ് ദാൻ 40 kgs നമ്മൾ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നു. ദ എംപ്ലോയീസ് ഹൂ വെയ്സ് ബിറ്റ്വീൻ 40 to 60 kg നമ്പർ 2. The employees who weighs more than 60 kg but less than 80 kg number 3. Employees weighing more than 80 kilos number 4. അപ്പോൾ the whole employee population നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു ഇൻ ദ ടേംസ് ഓഫ് വെയ്റ്റും, ലെസ് ദാൻ 40, 40 to 60, 60 to 80, 80 to 100, മോർ ദാൻ 100 അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അവിടെ മോഡ് ഫ്രീക്വൻസി യൂട്ടിലൈസ് ചെയ്യാം. അതായത് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹൂ വെയ്സ് മോർ ദാൻ 80 kilos, ലെസ് ദാൻ 100 kilo, അത് എത്രയാണ് വരുന്നത്? അല്ലെങ്കിൽ വെയ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏത് വെയ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഹയസ്റ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്? 60 to 80 വെയ്റ്റ് കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അല്ലെങ്കിൽ 40 to 60 ഹയർ നമ്പർ എംപ്ലോയീസ് ഉള്ളത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ മാത്രമേ ഈ ഒരു നോമിനൽ സ്കെയിലോട് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നുള്ളൂ. മോഡ് ഫ്രീക്വൻസി മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള അരിത്തമാറ്റിക് ആവറേജസ് അല്ലെങ്കിൽ മീൻ വാല്യൂ, മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കാനൊന്നും ഈ പറഞ്ഞ ലേബലിങ്ങിലൂടെ നമ്മളെ സഹായിക്കുന്നതല്ല. അടുത്തതാണ് ഓർഡിനൽ സ്കെയിൽ. Ordinal scale is also known as ranking scale, which places events in order. The information that can be perceived from an ordinal scale is rank order. Thus, the use of an ordinal scale implies a statement of greater than, less than, but it does not mean how much greater or less. Though the use of ordinal scale, we will know the order of preference as it is a ranking scale. അപ്പോൾ അടുത്ത സ്കെയിൽ, മെഷർമെൻറ്റ് സ്കെയിൽ വരുന്നതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോമിനൽ സ്കെയിൽ നമ്മൾ ഓരോ വേരിയബിൾസിനും നമ്പർ പ്രൊവൈഡ് ചെയ്തു ലേബിൾ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഓർഡിനൽ സ്കെയിൽ ആകുമ്പോൾ നമ്മളതിനെ റാങ്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയബിൾസിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. ഇതൊരു റാങ്കിങ് മെത്തേഡ് സ്കെയിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബ്രാൻഡ് പ്രിഫറൻസസ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഏത്, അല്ലെങ്കിൽ ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ ഷൂസ് ആയിക്കോട്ടെ, ഏത് ഐറ്റംസാണ് കൂടുതൽ, ഏത്
ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യാൻ താല്പര്യം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കൊരു റാങ്കിങ് സ്കെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആഡിഡാസ് ഉണ്ട്, പ്യൂമ, നൈക്കി, റീബോക്ക്, ഇങ്ങനെ 4 ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഡിവിജ്വലിന് ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത് അതനുസരിച്ച് നമുക്ക് ഈ ടോട്ടൽ ബ്രാൻഡ്സ്, ഈ ടോട്ടൽ നമ്പർ ഓഫ് ബ്രാൻഡ്സിനെ നമുക്ക് റാങ്ക് ചെയ്ത് കീപ്പ് ചെയ്യാം. ആഡിഡാസ് റാങ്ക് നമ്പർ 1, റാങ്ക് നമ്പർ 2 നൈക്കി, റാങ്ക് നമ്പർ 3 പ്യൂമ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ റാങ്ക് കാറ്റഗറി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓർഡിനൽ സ്കെയിലോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒരു ഓരോ വേരിയബിൾസിനെയും പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ആ എല്ലാ വേരിയബിൾസിനും നമ്മൾ റാങ്ക് ചെയ്യുന്നു. അതാണ് റാങ്കിങ് സ്കെയിൽ അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആഡിഡാസ്, നൈക്കി, പ്യൂമ, റീബോക്ക് അങ്ങനെയാണ് റാങ്ക് നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞ കാറ്റഗറി കിട്ടുകയാണെങ്കിൽ ഓർഡിനൽ സ്കെയിലിൽ മെയിൻ ഉപയോഗം അവിടെ വരുന്നത് എങ്ങനെയാണ്? ആഡിഡാസ് ഈസ് എ ബ്രാൻഡ് വിച്ച് ഈസ് ചൂസൺ മോർ ദാൻ പ്യൂമ, അല്ലെങ്കിൽ റീബോക്ക് ഈസ് എ ബ്രാൻഡ് വിച്ച് ഈസ് ചൂസൺ ലെസ് ദാൻ ആഡിഡാസ്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന ഒരു കാറ്റഗറി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ബ്രാൻഡുകൾ തമ്മിൽ എത്രത്തോളം ഗ്രേറ്റർ അല്ലെങ്കിൽ എത്രത്തോളം ലെസ്സർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി നമുക്ക് പറയുന്നില്ല. പക്ഷേ ഓരോ ബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, റാങ്ക് നമ്പർ 1 ഇതാണ്, ആ റാങ്ക് നമ്പർ 1 അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ റീബോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന് പ്രിഫറൻസ് കുറച്ച് കുറവാണ്, ഗ്രേറ്റർ ദാൻ ഏത് ബ്രാൻഡിനാണ് കൂടുതൽ വരുന്നത് എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓർഡിനൽ സ്കെയിൽ നമ്മളെ സഹായിക്കുന്നു. അടുത്തതാണ് ഇൻ്റർവെൽ സ്കെയിൽ. Interval scale is also known as cardinal level of measurement. The interval scale adds information about the distance between ranks. To employ an interval scale, we use a standard unit as Celsius, kilogram, kilometer. അപ്പോൾ നേരത്തെ നമ്മൾ നോമിനൽ സ്കെയിലിൽ നമ്മൾ ഓരോ ഐറ്റംസിന് നമ്മൾ ലേബൽ ചെയ്തു, നമ്പർ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വന്നു ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എങ്ങനെയാണ്? നമ്മൾ ഓരോ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഓരോ വേരിയബിൾസിന് നമ്മൾ റാങ്ക് കൊടുത്തു. റാങ്ക് നമ്പർ 1, 2, 3, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇൻ്റർവെൽ സ്കെയിൽ വരുമ്പോൾ ഈ റാങ്കുകൾ തമ്മിൽ എത്രയാണ് ഗ്രേറ്റർ ദാൻ, എത്രയാണ് ലെസ് ദാൻ, ആ ഒരു മെഷർ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇൻ്റർവെൽ സ്കെയിൽ. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഇൻ ടേംസ് ഓഫ് കിലോഗ്രാംസ് ആവാം, വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കിലോഗ്രാംസ് അല്ലെങ്കിൽ ഗ്രാംസിലായിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ്, മീറ്റേഴ്സ്, കിലോമീറ്റേഴ്സ് ആവും. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ സെൽഷ്യസ്, ഫാരൻഹീറ്റ് ഒക്കെ. അപ്പോൾ എത്രത്തോളമാണ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എത്രത്തോളമാണ് ലെസ് ദാൻ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റർവെൽ സ്കെയിലിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ഡിഫറൻസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ഫ്രം ആൻ ഇൻ്റർവെൽ സ്കെയിൽ ഇസ് ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ഹൗ മച്ച് വൺ ഒബ്ജെക്ട് ഡിഫർ ഫ്രം അനദർ. ഇപ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു. ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് BRM സബ്ജക്റ്റിൽ 36 കിട്ടുന്നു. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലാണെങ്കിൽ 40 ഔട്ട് ഓഫ് 40 ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും BRM ബിസിനസ് റിസർച്ച് മെത്തേഡും തമ്മിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്സിൽ ഡിഫറൻസ് എത്ര നമുക്ക് പറയാൻ സാധിക്കുന്നു. 4 മാർക്സിന് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർവൽ സ്കെയിലിൽ ഓരോ വേരിയബിൾസ് തമ്മിലും എത്ര ഡിഫറൻസ് ആണ് വരുന്നത്, A വേരിയബിൾ തമ്മിൽ B വേരിയബിൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര നമുക്ക് പറയാൻ സാധിക്കുന്നു. അതാണ് ഇൻ്റർവൽ സ്കെയിലിൽ മെയിൻ ഉപയോഗം വരുന്നത്. Through the use of interval scale, the researcher is able to judge the difference between the variables. The use of interval scale help out a researcher by the use of arithmetic mean as a measure of average. നമുക്ക് ഇൻ്റർവെൽ സ്കെയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അരിത്തമെറ്റിക് മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നേരത്തെ നമ്മൾ നോമിനൽ സ്കെയിൽ നമ്മൾ എന്താ നോക്കിയത്? മോഡ് വാല്യൂ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇൻ്റർവെൽ സ്കെയിൽ നമ്മൾ മെഷർ എത്ര എമൗണ്ടിനാണ് അല്ലെങ്കിൽ എത്രയാണ് ഓരോ വേരിയബിൾസ് തമ്മിൽ ഡിഫറൻസ് എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ സ്കെയിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഇത് കണ്ടുപിടിക്കാനുള്ള സം ഓഫ് ഫ്രീക്വൻസീസിൻ്റെ മെഷർ ലഭിക്കാൻ വേണ്ടിയുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ സ്കെയിലാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക് മീൻ വാല്യൂ ഓഫ് ദി വേരിയബിൾസ്. അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ ഡാറ്റ ഇസ് എ ഹയസ്റ്റ് മെഷർമെൻറ്റ് സ്കെയിൽ. All forms of arithmetic operations can be meaningfully applied to the ratio scale data. Through the use of ratio scale, the researcher will be able to differentiate upon the proportion of differences between two or more variables. റേഷ്യോ സ്കെയിൽ എങ്ങനെയാണ്? ഓരോ വേരിയബിൾസ് തമ്മിലുള്ള പ്രപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ സ്കെയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ X is twice stronger than Y. ഒരു എക്സാമ്പിളാണ്.
നമുക്ക് വേണമെങ്കിൽ ഓരോ വേരിയബിൾസിനെയും നമുക്ക് മറ്റുള്ള വേരിയബിൾസായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇൻ ടേംസ് ഓഫ് പ്രപ്പോർഷൻ. ഇപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സും വൈ രണ്ട് ഹ്യൂമൻ ബീയിങ്സ്, രണ്ട് പേരാണ്, രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ് ഈസ് ട്വൈസ് സ്ട്രോങ്ങർ ദാൻ വൈ. അങ്ങനത്തെ ഒരു ഡിഫറൻഷിയേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇവിടെ രണ്ട് വേരിയബിൾസ് തമ്മിൽ നിന്നല്ല, മോർ ദാൻ ടു ഓർ മോർ ദാൻ ടു വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പ്രപ്പോർഷൻ നമുക്ക് കൊടുക്കാൻ സഹായിക്കുന്നു ഈ പറഞ്ഞ റേഷ്യോ സ്കെയിൽ. ഇപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 2:1 റേഷ്യോ ആണ്. Whenever you have an asset value of ₹1, it is better to have an debt value of ₹2. ഡെപ്റ്റും ഇക്വിറ്റി തമ്മിലുള്ള റേഷ്യോ 2:1 ആണ് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നു. അവിടെ നമ്മൾ എന്താ റേഷ്യോ സ്കെയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓരോ പ്രപ്പോർഷനും ഓരോ വേരിയബിൾസ് തമ്മിലുള്ള ഓരോ പ്രപ്പോർഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നതിലാണ് റേഷ്യോ സ്കെയിലിന് നിലവിൽ നിൽക്കുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ ഓരോ സ്കെയിൽ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ ഈ പറയുന്ന 4 സ്കെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് വരുന്നത്? നോമിനൽ സ്കെയിലാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. അവിടെ നമ്മൾ ഓരോ വേരിയബിൾസിന് നമ്മൾ ലേബിൾ കൊടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ കൺവീനിയൻസ് പർപ്പസിന് വേണ്ടി. ഇനി നേരെ മറിച്ച് ഓർഡിനൽ സ്കെയിലാണെങ്കിലോ, ഓർഡിനൽ സ്കെയിലിൽ നമ്മൾ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വേരിയബിൾസിൻ്റെ യൂസേജ് അനുസരിച്ച് നമ്മൾ അവരെ റാങ്ക് ചെയ്യുന്നു. ഓർഡിനൽ വേരിയബിൾസ് ഇറ്റ് അലൗസ് അസ് ടു റാങ്ക് ഓർഡർ ദ ഐറ്റംസ് വി മെഷർ. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസിനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് റാങ്ക് ചെയ്യാൻ ഓർഡിനൽ സ്കെയിൽ നമ്മൾ സഹായിക്കുന്നു. ഇനി വരുന്നത് എങ്ങനെയാണ്? ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിലിൽ ഈ പറഞ്ഞ വേരിയബിൾസിനെ റാങ്ക് ചെയ്യാൻ മാത്രമല്ല, പകരം ഈ വേരിയബിൾസ് തമ്മിലുള്ള ക്വാണ്ടിറ്റി, വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ്, ഈ വേരിയബിൾസ് പറയുന്ന ഓരോ മെഷേഴ്സ് എത്രയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഇൻ്റർവെൽ സ്കെയിൽ. സോ ദാറ്റ് നമുക്ക് ഓരോ വേരിയബിൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ വേരിയബിൾസ് തമ്മിലുള്ള സൈസ് കമ്പാരിസൺ നടത്തുക. ഓരോ വേരിയബിൾസ് തമ്മിലുള്ള സൈസിലെ ഡിഫറൻസ് ബേസ് ചെയ്ത് നമുക്ക് കമ്പാരിസൺ വേണ്ടി ചെയ്യാം. ഇതാണ് ഇൻ്റർവെൽ സ്കെയിൽ നമ്മളെ സഹായിക്കുന്നത്. നെക്സ്റ്റ് ആണ് വരുന്ന റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ നമ്മൾ ഓരോ വേരിയബിൾസിനെയും 2 ഓർ മോർ ദാൻ 2 വേരിയബിൾസിനെ നമുക്ക് പ്രപ്പോർഷൻ ബേസിസിൽ, റേഷ്യോ ബേസിസിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. An employee X works 4 times faster than employee B and C. അപ്പോൾ അവിടെ റേഷ്യോ പറയുന്നത് എംപ്ലോയി എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:1:1 ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ 2 ഓർ മോർ ദാൻ 2 വേരിയബിൾസ് ബേസ് ചെയ്തിട്ട് നമുക്ക് വേരിയബിൾസിനെ തമ്മിൽ റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ ബേസ് ചെയ്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു റേഷ്യോ സ്കെയിൽ. താങ്ക് യു ഓൾ.